ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ എക്സാക്ട് നമ്മൾ പറഞ്ഞ മാതിരി നല്ലൊരു ബുള്ളിഷ് ഡേ അല്ലേ. ഈവൻ ബാങ്ക് നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. 49,000 ഒക്കെ സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്ത് നല്ല ഹൈ പോയി. അത്യാവശ്യം എല്ലാവരും നല്ല പ്രോഫിറ്റ് എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കൊരു ഡിപ്പ് കിട്ടിയാൽ നിങ്ങളത് വാങ്ങാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ഈവൻ ഫ്രൈഡേ ഒരു ഫാള് വന്നു. ബട്ട് ഫാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടില്ല എന്ന് ക്ലിയർ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ആവണമെങ്കിലുള്ള ലെവൽ അവിടെ ബ്രേക്ക് ഔട്ട് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നമുക്ക് നല്ലൊരു ഡിപ്പാണ്. ബിക്കോസ് 22,500 ഞാൻ നിഫ്റ്റിയൊക്കെ 22,500 പുട്ട് റൈറ്റിംഗ് അപ്പോഴും ഉണ്ട്. നിങ്ങൾ ലാസ്റ്റത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ആ പുട്ട് റൈറ്റിംഗ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെ ബിയറിഷിലേക്ക് പോകും. ബിക്കോസ് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വന്നു, അവിടെ നിന്ന് ഡിപ്പ് എടുത്തു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അത് ഫോളോ ചെയ്ത് തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയൊക്കെ പറയാറുണ്ട്. അതിന് ഞാനൊന്ന് ചാനലിൽ ഞാനത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കയറിയൊരു സ്ട്രൈക്കിൻ്റെ ഇത് ഇട്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ നമുക്ക് വലിയ പ്രോഫിറ്റൊക്കെ ഈസി ആയിട്ട് നേടാൻ കഴിയും. ആൻഡ് ഇതുപോലുള്ള മാർക്കറ്റ് നമുക്ക് ഒരുപാട് ഹെൽപ്പും ചെയ്യും. നമ്മൾ ആ ഒരു എന്താ പറയുക, നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ അനാലിസിസ് മാർക്കറ്റിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലെവൽസ് നോക്കുക. അതാണ് നമ്മൾ ഈ ചാനലിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എക്സാക്റ്റ് നമുക്ക് മാർക്കറ്റിനെ പറ്റി നല്ലൊരു വ്യൂ കിട്ടും. മാർക്കറ്റ് ബുള്ളിഷ് ആണോ, മീൻസ് സൈഡ് വേസ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക ഒരു ബിയറിഷ് ട്രെൻഡ്, അങ്ങനെ എല്ലാ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഷോ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് അനാലിസിസ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രേഡ്സ് എപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ലിമിറ്റഡ് ലോസ് അനുസരിച്ചുള്ളൊരു ട്രേഡിൽ നിങ്ങൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് എപ്പോഴും അത് പറയാറുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ആൻഡ് അതിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് എന്താ പറയുക നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഇന്നത്തെ ഇത് നോക്കാം. ഇന്ന് കുറച്ചൊന്ന് ഡിലേ ആയിട്ടാണ് നമ്മൾ നമ്മുടെ മെസ്സേജ് ഒന്ന് പോയത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കൊന്ന് ചെറിയ ഡിലേ വന്നു. ആൻഡ് സപ്ലൈ സോണും ഡിമാൻഡ് സോണൊക്കെ ഒന്ന് ടെലഗ്രാം ചാനലിലൊന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് ഡിലേ എടുത്തു. 11 o'clock കഴിഞ്ഞു എന്നാണ്. അപ്പോഴത്തേക്കും മാർക്കറ്റ് ആ ഒരു നല്ലൊരു ട്രെൻഡിങ് സെറ്റപ്പിലേക്ക് വന്നിരുന്നു. വൺസ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സപ്ലൈ സോണിൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തത്. ദെൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. 4 hour ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് ആ ബുള്ളിഷ് ക്യാൻഡിൽസൊക്കെ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ആൻഡ് എവറിവെയർ നമുക്ക് എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം. ആൻഡ് ഇനി നമുക്കറിയാം ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. ഈവൻ നിഫ്റ്റി ഒരു ലോയിലാണെങ്കിൽ നമുക്ക് 22,500 സ്റ്റിൽ നമ്മൾ ആ ഗ്രീൻ ക്യാനലാണ് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് കാണാം. ആ സ്ട്രൈക്കിൽ ഗ്രീൻ ലൈൻ വെച്ചിട്ട് ആൻഡ് അവിടെ റെസിസ്റ്റൻസിൻ്റെ വീക്ക്നെസ് നമുക്ക് കാണാം. വൺസ് അത് ബ്രേക്ക് ചെയ്തു, അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു. ദെൻ സപ്ലൈ സോണൊക്കെ സിമ്പിളായിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്തതാണ് നിഫ്റ്റിയും ഇന്നത്തെ ഇത് ട്രേഡിങ് അവസാനിച്ചത്. ഒരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിങ് ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പറയാം. ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് ഡേയിലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈം തന്നെ നിഫ്റ്റിക്ക് എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 22,500 സ്റ്റിൽ ആ ഒരു കോൾ റൈറ്റിംഗ് അൺവൈൻഡ് ആയിട്ട് കാണാം. ആൻഡ് 22,600 കുറച്ചൊന്ന് കുറച്ച് നീങ്ങുന്നുണ്ട്. ആൻഡ് ഈവൻ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വരുന്നത് 23,000 ആൻഡ് 22,800 ആൻഡ് 22,850 ചെറിയൊരു കോൾ റൈറ്റിംഗ് നിൽക്കുന്നുണ്ട്. അവിടെ പുട്ട് റൈറ്റിംഗ് അത്രയും കാണുന്നില്ല. 22,600 ആണ് നമുക്ക് എന്താ പറയുക നല്ലൊരു ഇപ്പോൾ കറൻ്റ് ഒരു സ്ട്രാഡൽ ഫോർമേഷൻ പോലെ പോകുന്നത്. ആൻഡ് 22,500 നല്ല സപ്പോർട്ടായി. ആൻഡ് ഇപ്പോൾ നമുക്ക് 22,600 പുട്ട് റൈറ്റിംഗ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. നമ്മൾ നല്ല ഒരു സ്ട്രോങ് ക്യാൻഡിലാക്കി വെക്കാം.
22,600 സ്ട്രോങ് ആക്കി നിൽക്കുന്നു. ആൻഡ് 22,600 തന്നെ കോൾ റൈറ്റിംഗ് ഉണ്ട്. ബട്ട് അത്രയും ഹെവി ആണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യമുണ്ട്. അവിടെ ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ, ഒരു സൈഡ് വേസിനുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 22,900 ഇന്ന് ഇപ്പോൾ 23,000 വന്നിട്ടുണ്ട്. 23Kയിലേക്ക് മാക്സിമം റെസിസ്റ്റൻസ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ഈവൻ 22,800 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് 22,850. അപ്പോൾ നമുക്ക് 22,800 എന്താ പറയുക ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാം. ബട്ട് 23,000 അത്രയും സ്ട്രോങ് അല്ല ആ റെസിസ്റ്റൻസ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുള്ള മാർക്കാണ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത്. മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നല്ല ഹെവി ഹാർഡ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 23,000 തന്നെയാണ്. അപ്പോൾ 22,800 നമുക്ക് ഇത് കാണാനൊന്നും കഴിയുന്നില്ല. നല്ലൊരു പുട്ട് റൈറ്റിംഗ് ഒന്നും കാണാൻ കഴിയുന്നില്ല. അത് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് 22,700 പുട്ട് റൈറ്റിംഗ് ചെറുതായിട്ട് വരുന്നുണ്ട്. മേ ബി 22,700 to 22,600 ആ ഒരു ലെവലിൽ ഒരു കൺസോൾഡേറ്റ് ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈവൻ നമുക്ക് നാളത്തെ ലെവൽസിൽ അങ്ങനെ എന്തെങ്കിലും കൂടി വന്നെയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യാം. ആൻഡ് നമ്മൾ പറഞ്ഞു 22,500 സ്റ്റിൽ ആ ഒരു ലെവല് നല്ല പുട്ട് റൈറ്റിംഗ് ഹെവി ആയിട്ട് നിൽക്കുന്നു. ആൻഡ് അവിടെ നമുക്ക് 22,500 അവിടെ നമുക്ക് കോള് സ്ലൈറ്റ്ലി ആണ്, അത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ 22,400 ആണ്. 22,400 ഒന്ന് നോക്കിയേക്കാം. 22,400 പുട്ട് അവിടെ ഒന്ന് അൺവൈൻഡ് കാണിച്ചിട്ടുണ്ട്. മേ ബി 22,500 കുറച്ചും കൂടി ഒന്ന് അഗ്രസീവ് ആയി എന്നുള്ള കാര്യം ആണ് അവിടെ വരുന്നത്. ആൻഡ് ഓൾസോ കോൾ റൈറ്റിങ്ങും അവിടെ നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് കാണാം 22,400. ഈവൻ ബുള്ളിഷ് തന്നെയാണ്, മാക്സിമം ബുള്ളിഷിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ബട്ട് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വേണമെങ്കിൽ ഒന്ന് നാളെ വേണമെങ്കിൽ ഒന്ന് കൺസോൾഡേറ്റ് ആവുമ്പോൾ 700 നമുക്ക് പുട്ട് റൈറ്റിംഗ് അധികം ഇല്ലാത്തതുകൊണ്ട് മേ ബി ഈ ഒരു 600 റേഞ്ചിൽ 600 to 700 ആൻഡ് ബിലോ ഒക്കെ ആണെങ്കിൽ ഒരു 500 ഈവൻ 550 ഇന്നത്തെ ആ സ്വിങ് ലോ ഒക്കെ വേണമെങ്കിൽ 590 ഒക്കെ വേണമെങ്കിൽ സപ്പോർട്ട് എടുത്ത് ഇവൻ 600 നാളെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാം എന്നുള്ള ചാൻസിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ 3 ലെവലും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നിഫ്റ്റീനെ കാട്ടി നല്ല സൂപ്പർ പവറിൽ പോയിരുന്നത്. വൺസ് ഇവിടെ കാണാൻ നമുക്ക് ആ ഒരു ഡേ മീൻസ് ഇത് ബ്രേക്ക് ചെയ്ത് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. പിന്നെ സ്ട്രൈറ്റ് റാലി ആയിരുന്നു. ഈവൻ നല്ലൊരു ബ്രേക്കിംഗ് തന്നു, അവിടെ നിന്നൊരു റിവേഴ്സ് സപ്പോർട്ട് തന്നു. ദെൻ പിന്നെ നമുക്ക് സ്ട്രൈറ്റ് റാലി ആയിരുന്നു. അപ്പോൾ ഈസി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ദിവസമായിരുന്നു ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഓരോരുത്തർ അവരുടേതായ ഇതിൽ എടുക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കോൾ സെല്ല് അങ്ങനത്തെ രീതിയിലല്ല, കുറച്ചും കൂടി എന്താ പറയുക നമ്മളുടേതായ ഒരു ഐഡിയയും കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇത് പറയാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി മാക്സിമം റെസിസ്റ്റൻസ് പറഞ്ഞത് 49K ആയിരുന്നു. അവിടെ നമുക്ക് സ്ലൈറ്റ്ലി ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് ഇവിടെ കാണാം. 49Kയിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് 49Kയും ബ്രേക്ക് ചെയ്തു. ഇവൻ ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായത്. ദെൻ അവിടെ നിന്നായിരുന്നു പിന്നെയും ഒരു 500 പോയിൻ്റ് റാലി. ഇവൻ 2.5% ആണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് മീൻസ് പെർഫോം ചെയ്തത്, അപ്സൈഡിലേക്ക് പോയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി സെയിം എക്സ്പയറി ആണ്. ബിക്കോസ് നമുക്ക് വെനസ്ഡേ മാർക്കറ്റ് അവധിയാണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നാളത്തെ എക്സ്പയറിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് 49,500 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ഈവൻ നമ്മൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ട്രൈക്കിലും സ്ലൈറ്റ്ലി ബിൽഡിംഗ് ആയിട്ടുള്ള പുട്ട് റൈറ്റിങ്ങും പ്ലസ് കോൾ റൈറ്റിംഗ് ആയിട്ട് കാണാം. അപ്പോൾ 49,500 to 49,000 ആ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 49,000 to 49,000 to 49,500 അല്ലേ, 49,000 to 49,500 ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 49,000 to 49,500 ആണ് നമുക്ക് മേ ബി അത്യാവശ്യം കൺസോൾഡേറ്റ് ആവാനുള്ള ചാൻസ് ഉള്ള ഒരു റേഞ്ചാണ് നമ്മൾ പറയുന്നത്. ആൻഡ് 49,000 ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. അവിടെ ഹ്യൂജ് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഗ്രീനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഓക്കെ,
ദെൻ അവിടെ സ്ലൈറ്റ്ലി ഒരു കോൾ റൈറ്റിങ്ങും കാണാം. ആൻഡ് ഈവൻ നമുക്ക് 49,500 ആ ഒരു സ്ലൈറ്റ് പുട്ട് റൈറ്റിങ്ങും അവിടെ ഈക്വലായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മാക്സിമം ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അവിടെ നമുക്ക് കോൾ റൈറ്റിങ്ങിൻ്റെ ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. അവിടെ നമുക്ക് കോൾ റൈറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ട്രാഡിൽ ഫോർമേഷൻ പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിന് വേണ്ടിയാണ് ഇതൊരു കൺസോൾഡേറ്റ് ലെവലാവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ ഇനി നമുക്ക് 48,500 നോക്കാം. 48,500 എന്നാണ് നല്ല ഇപ്പോൾ ഇവിടെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് നേരെ മേളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് എന്തായി, റെസിസ്റ്റൻസ് നല്ല രീതിയിൽ വീക്കായിട്ടുണ്ട്. അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു അവിടെയും പുട്ട് റൈറ്റിംഗ് ഹ്യൂജ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ബട്ട് കുറച്ചും കൂടി ഇതിൽ കോൾ റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഓഫ് കോഴ്സ് കോൾ റൈറ്റിംഗ് വൺസ് അത് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ പോയത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ പോലെ ആ ഒരു ലെവൽ ഈവൻ 49 to 49,500 ആ ഒരു റേഞ്ച് നമുക്ക് കൺസോൾട്ടേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് 40, അതായത് മാക്സിമം കോൾ റൈറ്റിംഗ് വരുന്നത് 50K ആണ്. ഹെഡിങ് ടു 50K എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് നമ്മൾ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ഡയറക്റ്റ് പോയി 50K നമ്മൾ ഒരിക്കലും വാങ്ങാണ്ടിരിക്കുക. ബിക്കോസ് ഇനി വേണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് കൺസോൾട്ടേറ്റ് ആയിട്ട് ആയിരിക്കണം നമുക്ക് പോവാം. നമുക്ക് ലാസ്റ്റത്തെ ഇതിന് വേണ്ടി നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് രണ്ട് ലെവലും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിത്ത് OA അനാലിസിസിലാണ് നമ്മൾ പറഞ്ഞത്. ഇതന്നെ നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു കുറച്ചൊന്ന് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ട് എങ്കിലും ആ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആ ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ കുറച്ച് മുന്നോട്ട് പോകാനുള്ള ചാൻസാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്ന കാര്യം പറഞ്ഞിരുന്നു. ആൻഡ് വൺസ് നമുക്ക് FISനെ വെച്ച് നോക്കാം. FISൽ നമുക്ക് ലാസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് ബുള്ള്, അതായത് ബിയർ പുട്ടാണ് നമ്മൾ ലോങ്ങിലേക്ക് ഹൈയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഓൾറെഡി അവിടെ കോളും നമുക്ക് എന്താ ഹൈയിലേക്ക് തന്നെ അവർ ലാസ്റ്റ് ഡേനെ കാട്ടി കുറച്ചും കൂടി കോളും അവർ ഹൈയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ബിയറിഷ് ആണെന്ന് പറഞ്ഞ് അവിടെ നമുക്കെന്താ ബുൾസിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. വൺസ് ഇന്നത്തെ ദിവസമായപ്പോഴത്തേക്കും അവർ ക്ലിയർലി ബുള്ളിഷ് ആയിരുന്നു. ബട്ട് ഇവിടെ കാണാം നമുക്ക് ആ ബുള്ളിൻ്റെ ഇവിടെ നമുക്ക് ഇന്ന് അത്രയും ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലേക്ക് ഇന്ന് പോന്നിട്ടില്ല. അവിടെ നമുക്ക് ഇത്തിരി സ്ലൈറ്റ്ലി അവിടെ ഒന്ന് കുറവ് വന്നിട്ടുണ്ട്. കോളിൻ്റെ ലോങ്ങിലേക്ക് അവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് പുട്ടും അവർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കിയാലും ലാസ്റ്റ് ഡേ അത് സെല്ലിംഗ് ആയിരുന്നു. ഇന്ന് അത് പോസിറ്റീവ് വന്നിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ OAയിൽ OA നോക്കുമ്പോൾ OA ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നത് അല്ലേ. നമുക്ക് ഇല്ല ലാർജ്ലി ഉള്ള കോൾ ലോങ്ങിലേക്കൊന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുന്നു. അവിടെ നമുക്കൊരു സ്ലൈറ്റ്ലി സൈഡ് വേസ് വിത്ത് പോസിറ്റീവ് ബയാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് സെല്ലിംഗ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നു. ആ സെല്ലിംഗ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. -45K ആയി. അത് OA ഇൻഡെക്സോ ഫ്യൂച്ചേഴ്സിലും അവർ വന്നു. അപ്പോൾ FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ലൈറ്റ്ലി ഈവൻ ഒരു ഈക്വൽ കോൾ കുറച്ചും കൂടി ഒന്ന് ലോങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഈവൻ പുട്ടിനെയും അവരൊന്ന് സ്ലൈറ്റ്ലി കുറച്ചിട്ടുണ്ട്. ബട്ട് ഒരുപാട് ലോങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ബീറിഷ് സെൻറ്റിമെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം FISൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലാസ്റ്റ് ഡേ പ്രോ നോക്കുകയാണെങ്കിൽ, അതായത് മീൻസ് നമ്മുടെ DISൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ നമ്മൾ പറഞ്ഞു അവർ ഹെവി പൊസിഷൻ ലോങ് ഷോർട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അവരെന്ന് ഫുൾ അൺവൈൻഡ് ചെയ്തു. നമുക്ക് നല്ല റാലി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ കോൾ ലോങ് വന്നത്, അതായത് കോൾ അൺവൈൻഡ് വന്നത് കുറച്ചൊന്ന് ലോങ് ആയിട്ടുണ്ട്. ഈവൻ അതിൽ ലാർജായിട്ട് അവർ അൺവൈൻഡും ചെയ്തിട്ടുണ്ട്. മാക്സിമം റാലി നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ കാണാൻ കഴിഞ്ഞു. സെല്ലിംഗ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സെല്ലിംഗ് -8,000 ഉണ്ടായത്. ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് -5,000 ആയി. അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാം. OA ഇൻഡെക്സിലും നമുക്ക് സെയിം കാണാം. അവർ ആ നെഗറ്റീവ് ഉണ്ടായത് നല്ല രീതിയിൽ കവേർഡ് ആയിട്ടുണ്ട്. അവർ ലോങ്ങിലേക്ക് കോൾ ആൻഡ് അൺവൈൻഡ് ചെയ്തേക്കുന്നതാണ് പുട്ടൊക്കെ. ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് അവിടെയും നമുക്ക് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെല്ലിംഗ് ഒന്ന് അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിയാൽ ബുള്ളിഷ് വിത്ത് സ്ലൈറ്റ്ലി എന്താ പറയുക, നമുക്കൊരു സൈഡ് വേസ് പോലെ, അതൊരു എന്താ പറയുക, ഒരു കൺസോൾട്ടേഷൻ പോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് FIS ആൻഡ് പ്രോൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് ഓവറോൾ അനാലിസിസ് നോക്കിയാൽ നമുക്ക് ഹ്യൂജ് ലോങ്ങിലേക്ക് നമുക്ക് ലോങ് ഇവിടെ നമുക്ക് തന്നെ ഡെയിലി അനാലിസിസിൽ നോക്കിയാൽ പ്രോയിൽ തന്നെ കാണാം.
ഇവിടെ മാക്സിമം ലോങ് വന്നേക്കുന്നത് ഇവിടെ അൺവൈൻഡിങ്ങിലാണ് വന്നേക്കുന്നത് അല്ലേ. ഈ ഒരു അൺവൈൻഡിങ് ആണ്, പുട്ട് അൺവൈൻഡിങ് ആണ് വരില്ല മാക്സിമം ലോങ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള ലോങ് കോൾസ് വന്നിട്ടില്ല. അൺവൈൻഡിങ് ഇൻ പുട്ട് വന്നിട്ടുണ്ട് ആൻഡ് മാക്സിമം ഇൻ ലോങ് ഇൻ കോള് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം എന്താ പറയുക, നമുക്ക് ഈ ഒരു ഹയർ ലെവലിൽ മേ ബി ഒരു കൺസോൾട്ടേഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഈവൻ നമ്മുടെ ബൈയിങ്ങും ഇത്രയും നല്ലൊരു ബൈസ് ഉണ്ടായ മാർക്കറ്റിൽ നമുക്ക് സ്ലൈറ്റ്ലി FISൻ്റെയും DASൻ്റെയും ഭാഗത്ത് നിന്നൊക്കെ ജസ്റ്റ് 169 crore ആൻഡ് 692 crore ഒക്കെയാണ് ജസ്റ്റ്. അപ്പോൾ ഫുള്ളി ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആയത്, അതായത് ഷോർട്ട് കവറിങ് റാലിയൊക്കെ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് അനാലിസിസിൽ പ്ലസ് നമുക്ക് FIDA ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് 4 hour ടൈം ഫ്രെയിം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒന്നും കൂടി ഒരു ചെറിയ ഐഡിയ കിട്ടും. ഇവിടെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത് എന്താ, നമ്മൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതായത് ഇതിൻ്റെ ഇവിടെ അല്ലേ നമുക്ക് 22,300 ഈവൻ 22,400 അവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നു. അവിടെയാണ് നമുക്ക് എന്താക്കുന്നത്, നമുക്കൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് എടുക്കാവൂ, അതല്ല എങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാവും. മാർക്കറ്റിനൊരു ബുള്ളിഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താ പറയുക, നമുക്ക് ഇവിടെ നിന്നും നമുക്കൊരു റിവേഴ്സൽ ഫോർമേഷനൊന്നും സ്റ്റിൽ മാർക്കറ്റ് ഉണ്ടായിട്ടില്ല. ഇന്നലെ മാർക്കറ്റ് നിഫ്റ്റിക്കാണെങ്കിൽ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ഉണ്ട് 22,700 ആ ലെവൽ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. സോ ആ ലെവലിലെ ഇടയിൽ വേണമെങ്കിൽ നിഫ്റ്റി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. നോക്കാം, ബുള്ളിഷാണ്, ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. മേ ബി ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റ് എടുത്തിട്ട് ഒരു ഹൈ എടുക്കാനുള്ള ചാൻസാണ് കുറച്ചും കൂടി ഉള്ളത്. അപ്പോൾ അത് നോക്കാം. ആൻഡ് നാളെ എങ്ങനെയാണ് മാർക്കറ്റ്, മേ ബി നമുക്ക് എന്താ പറയുക, ഇന്നത്തെ ഹൈയും പ്ലസ് നമുക്ക് സപ്ലൈ സോണൊക്കെ ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മേ ബി നാളെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് നിഫ്റ്റിക്ക് ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുക. ബട്ട് കുറച്ച് ഒരു സ്ലൈറ്റ്ലി ഇവിടെയൊക്കെ നമുക്ക് എന്താ ഒരു കൺസോൾട്ടേഷൻ പോലെ തോന്നുന്നുണ്ട്. ഈവൻ 22,700 ആൻഡ് 800 ലെവൽസിലൊക്കെ കോൾ റൈറ്റിംഗ് മാത്രമായിട്ട് കാണുന്നുള്ളൂ. പുട്ട് റൈറ്റിംഗ് അവിടെ ഹ്യൂജായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്താ ഒരു സ്ലൈറ്റ്ലി ഒരു സൈഡ് വേസ് മാർക്കറ്റിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്കത് ഫീൽ ആകുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും ആ ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല 2 ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മേ ബി നമുക്കിനി ഇവിടെ ഈ ഒരു ഹയർ ലെവലിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് 50,000 ആണ് എന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞത്. മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷ് സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ഇനി ഒരിക്കലും ഒരു ലോങ് പൊസിഷനിലേക്ക് ഇനി തൽക്കാലം കയറാണ്ടിരിക്കുക. ബിക്കോസ് ഓൾറെഡി നല്ലൊരു റണ്ണിങ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനി നിങ്ങളുടെ ട്രെയിനിങ് പ്ലാൻ ഒന്ന് സെറ്റപ്പ് ചെയ്യുക. മേ ബി ഒരു മാക്സിമം ഒരു കൺസോൾട്ടേഷൻ വിത്ത് പോസിറ്റീവ് ബയാസ് ആയിട്ടാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസൊക്കെ വെച്ചൊന്ന് നമ്മളൊന്ന് ഒരു നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവുന്നത്. എന്തായാലും നാളെ നോക്കാം എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായാലും നമുക്ക് നാളെ അറിയാൻ പറ്റും. ആൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ക്യാപിറ്റൽ സേഫ് ആയിട്ടുള്ള ട്രേഡ്സിൽ കയറാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.